സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുലാമി में नाकाम आती है शमशीरे न तदबीरे, गुलामी में नाकाम आती है शमशीरे न तदबीरे, जहां ज़ौक़े यकीम पैदा टूट जाती है जंजीरे. അടിമത്ത ബോധം പേറുന്ന ഏതൊരു ജനതയിലും ആയുധം കൊണ്ടും ആശയം കൊണ്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എന്നാൽ എവിടെയാണോ വിശ്വാസത്തിന്റെ രുചികൾ അനുഭവിക്കാൻ കഴിയുന്നത്, എവിടെയാണോ വിമോചന സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നത്, അവിടെ അടിമത്തത്തിന്റെ എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചിതറുക തന്നെ ചെയ്യും. ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന SIO പാലേരി ഏരിയ സമ്മേളനമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ന്യൂ ജനറേഷനെ കുറിച്ച്, പുതിയ തലമുറയെ കുറിച്ച് പലപ്പോഴും നമുക്കിടയിൽ നെഗറ്റീവായ അഭിപ്രായങ്ങളാണ് പൊതുവെ നിറഞ്ഞു നിൽക്കാറുള്ളത്. എന്നാൽ അത്തരം നെഗറ്റീവായ അഭിപ്രായങ്ങൾക്ക് ഒരു തിരുത്ത് ഇന്ന് ഈ ചെറിയ കുമ്പളം അങ്ങാടിയിൽ നടന്ന പ്രകടനത്തിലൂടെയും സമ്മേളനത്തിലൂടെയും ഈ നാട്ടിലെ പുതിയ തലമുറ ഒരു തിരുത്ത് പറഞ്ഞിരിക്കുകയാണ്. സാമൂഹിക ബോധമുള്ള, ധാർമ്മികതയെ കുറിച്ച് പറയുന്ന, അനീതികൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന, അറിവും തിരിച്ചറിവുമുള്ള ഒരു ചെറുപ്പം, ഒരു വിദ്യാർത്ഥിത്വം ഇതാ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ അടയാളപ്പെടുത്തൽ കൂടിയാണ് തീർച്ചയായിട്ടും ഈ സമ്മേളനം എന്ന് പറയുന്നത്. മനോഹരമായി ഈ സമ്മേളനത്തെ അണിയിച്ചൊരുക്കിയ, വളരെ പ്രൗഢമായ ഇതിന്റെ പ്രകടനത്തിലൂടെ ഈ അങ്ങാടിയെ പ്രകമ്പനം കൊള്ളിച്ച അതിന്റെ പ്രവർത്തകർക്ക് ആദ്യമായി എല്ലാ ഹൃദയ അഭിവാദ്യങ്ങളും നേരുകയാണ്. SIOവിന്റെ 40 വർഷം പിന്നിടുന്ന ഒരു സമയത്താണ് ഇത്തരം ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനകം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 40 വർഷം എന്ന് പറയുന്നത് അതൊരു സംഘടനയുടെ 40 വർഷങ്ങളല്ല, മറിച്ച് ഒരുപാട് തലമുറകളുടെ ഒരു ചരിത്രം കൂടിയാണ്. 10,000-കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിക ബോധം നൽകിയ, ദീനീ സംസ്കാരങ്ങൾ പകർന്നു നൽകിയ, അറിവും തിരിച്ചറിവും നൽകിയ, രാഷ്ട്രീയ കൃത്യത നൽകിയ, നീതിബോധം പകർന്നേകിയ, സേവന സന്നദ്ധത നൽകിയ ഒരു വലിയ മഹാസംസ്കാരത്തിന്റെ പേരുകൂടിയാണ് SIO എന്ന് പറയുന്നത്. അത് പിന്നിട്ട ചരിത്രത്തിലുടനീളം ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില പ്രമേയങ്ങൾ, ഉജ്ജ്വലമായ ചില മുദ്രാവാക്യങ്ങൾ, ഉജ്ജ്വലമായ ചില സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും അവിടുത്തെ വർത്തമാനകാല സാഹചര്യങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു എന്നതാണ് SIOവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് രൂപീകരിച്ച് അതിന്റെ തുടക്കകാലത്ത് അത് നടത്തിയ ചില ക്യാമ്പയിനുകളുടെ ടൈറ്റിലുകൾ നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകും. നാം മനുഷ്യർ നാം ഒന്ന് എന്ന ഒരു പ്രമേയത്തിലൂടെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഇവിടുത്തെ സാമൂഹികാവസ്ഥയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ അനീതിയായ ജാതീയതക്ക് നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആശയത്തെ ഈ സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ക്യാമ്പയിനായിരുന്നു SIO നാം മനുഷ്യൻ നാം ഒന്ന് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിലൂടെ ഇവിടെ ഉയർത്തിപ്പിടിച്ചത്. ഒരു കാലത്ത് ലോകത്ത് കമ്മ്യൂണിസം ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദൈവമിതാ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, മതങ്ങളിതാ മണ്ണടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി കമ്മ്യൂണിസത്തിന്റെ ലോകമാണ്, കാലമാണ് എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട്
അങ്ങ് സോവിയറ്റ് റഷ്യയിലും ചൈനയിലുമൊക്കെ ചുവപ്പൻ വസന്തങ്ങൾ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഏറെക്കാലം പിന്നിടും മുമ്പേ ഗോർബച്ചേവ് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും ഒക്കെ നടപ്പിലാക്കിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവിടെ തന്നെ മണ്ണടിഞ്ഞു പോയ ആ ഒരു ഘട്ടത്തിലാണ് വിശ്വാസത്തിലേക്ക് വീണ്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അതിജീവന ശേഷിയെ കുറിച്ച്, അതെങ്ങനെയാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഈ സമൂഹത്തോട് സംവദിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് വീണ്ടുമെന്ന് പറയുന്ന ക്യാമ്പയിൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഈ ഇന്ത്യ രാജ്യത്തിന്റെ നടുവിലൂടെ ഇവിടുത്തെ സമൂഹങ്ങൾക്കിടയിൽ വിവേചനങ്ങൾ ഉണ്ടാക്കിയിട്ട് ധ്രുവീകരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്വാനിയുടെ രഥയാത്ര നടന്ന സമയത്താണ് പീഡനത്തിനെതിരെ യുവശക്തി എന്ന പേരില് ഇവിടുത്തെ വിവേചനത്തിനും അക്രമത്തിനുമെതിരായിട്ടുള്ള വിദ്യാർത്ഥി യുവജന പ്രതിരോധമായിട്ട് SIO തെരുവിൽ നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഒരു സമയത്ത് നിശബ്ദമായിരുന്നു ഇവിടെ നിറഞ്ഞു നിന്നിരുന്നത്. മൗനമെന്ന് പറയുന്നത് അത് ഏറെ ആഘോഷിക്കപ്പെട്ട ഒരു നിലപാടായിരുന്ന ഒരു സമയത്താണ് ഈ കേരളത്തിന്റെ തെരുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു SIO എന്ന് പറയുന്നത്. മതത്തെ കേവല ആചാര അനുഷ്ഠാനങ്ങളായി മാത്രം മനസ്സിലാക്കി അതിന്റെ സാമൂഹിക ഉള്ളടക്കത്തെ ഉൾക്കൊള്ളാത്ത രൂപത്തിലെ മതത്തെ അടഞ്ഞ ഒരു സമൂഹമായി മുന്നോട്ട് നയിക്കുന്ന ഒരു സമയത്താണ് മതജീർണതക്കെതിരെ എന്ന ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മതസമൂഹത്തോടും മതേതര സമൂഹത്തോടും മതത്തിന്റെ സാമൂഹിക ഉള്ളടക്കത്തെയും ആത്മീയമായ കരുത്തിനെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് SIO ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന ചരിത്രം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. ആഗോളവൽക്കരണത്തിന്റെ വിപത്തുകൾ ഈ സമൂഹത്തെ ബാധിച്ച സമയത്ത് പ്രത്യക്ഷമായ സാമ്രാജ്യത്വത്തിന്റെ കരാളഹസ്തങ്ങൾ, അതിന്റെ പ്രത്യക്ഷമായ പിടികൾ അവസാനിച്ചു കഴിയുമ്പോഴും പരോക്ഷമായി നമ്മളെയെല്ലാം വരിഞ്ഞു മുറുക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ കാണാ ചരടുകളെ കുറിച്ച് ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പിന്, ആഗോളവൽക്കരണത്തിനെതിരെ എന്ന ക്യാമ്പയിനുമായിട്ട് ഈ തെരുവുകളിൽ SIOവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്യാമ്പസുകൾക്ക് നടുമുറ്റത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അറിവിനെ കുറിച്ച്, വിദ്യാർത്ഥിത്വത്തെ കുറിച്ച്, തിരിച്ചറിവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വിദ്യാർത്ഥിത്വം വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച പ്രസ്ഥാനമായിട്ട് SIOവിനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അധാർമികതകൾ ആഘോഷിക്കപ്പെടുന്ന സ്ഥലത്ത് സദാചാരവും ധാർമ്മികതയും എന്ന് പറയുന്നത് അശ്ലീലതയാണെന്ന് മുദ്രകുത്തിയ സമയത്ത് സദാചാരത്തിനൊരു പെരുവിരൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകൾക്ക് നടുത്തളത്തിൽ എഴുന്നേറ്റ് നിന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് SIO എന്ന് പറയുന്നത്. ലോകത്തുടനീളം മലയടിച്ചിട്ടുള്ള അറബ് വസന്തത്തിന്റെ അലയൊലികൾ തീർത്ത ഒരു സമയത്ത് ഭാവി ഇസ്ലാമിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ രാഷ്ട്രീയ സാമൂഹിക ഉള്ളടക്കങ്ങളെ കുറിച്ച്, അതിന്റെ ഭാവിയിൽ വരാനിരിക്കുന്ന വിജയത്തെ കുറിച്ച് ഈ തെരുവുകളിലും ക്യാമ്പസുകളിലും എഴുന്നേറ്റ് നിന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് SIO എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഈ ജീവിത വ്യവസ്ഥയുടെ സൗന്ദര്യത്തെ കുറിച്ച്, വിശ്വാസത്തിന്റെ കരുത്തിനെ കുറിച്ച്, സാഹോദര്യം എന്ന് പറയുന്ന പ്രതിരോധത്തെ കുറിച്ച് ഇവിടുത്തെ സമൂഹത്തോട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ് SIO എന്ന് പറയുന്നത്. ആ SIO ഇന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് അതേ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ഈ വിമോചനത്തെ കുറിച്ച്, ഇസ്ലാം വിമോചനത്തിന്റെ പുതുഭാവനകളെ കുറിച്ച് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കെല്ലാവർക്കും കൃത്യമായ ചില ബോധ്യങ്ങളുണ്ട്. ഏതൊരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഒരു വശത്ത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ ഫാഷിസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഭരണകൂടത്തിന്റെ എല്ലാ ആയുധങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മുസ്ലിമാണെങ്കിൽ ഏത് സമയത്തും കൊല്ലപ്പെടാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. മുസ്ലിമാണ് പേരെങ്കില് അവൻ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തകർക്കാമെന്ന അലിഖിതമായ നിയമമുള്ള ഒരു രാജ്യത്ത് മുസ്ലിമാണ് നീതി ചോദിക്കുന്നത് എങ്കിൽ അവനെ കൽത്തുറങ്കിൽ അടച്ചുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തിക്കൊണ്ടിരിക്കുന്ന
ഒരു സമകാലികമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച്, അതിന്റെ വിമോചന സങ്കല്പത്തെ കുറിച്ച്, ഈ സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള അതിന്റെ ശേഷിയെ കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടി SIO സംസാരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു വശത്ത് സംഘപരിവാറിന്റെ ഫാഷിസം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോ മറുവശത്ത് ലിബറലിസത്തിന്റെ പേരിൽ, ആസ്വാദന സംസ്കാരത്തിന്റെ പേരിൽ എല്ലാം ആഘോഷിച്ച് തിമിർക്കുന്ന ഒന്നിനിടയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും 6-ാം നൂറ്റാണ്ടിലേക്ക് അഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ, ധാർമ്മികതയെ കുറിച്ച് നമ്മൾ മിണ്ടിയാൽ, സദാചാരത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ 21-ാം നൂറ്റാണ്ടിലേക്ക് ബസ് കിട്ടാത്തവരാണ് നിങ്ങളെന്ന് ആക്ഷേപിക്കുന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആ സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുവാന്, ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുവാന്, ഇത്തരം ആസ്വാദന സംസ്കാരത്തിന് എതിരെ നിൽക്കുവാൻ കഴിയാത്ത രൂപത്തില് അതിലൊക്കെയും അപകർഷതാബോധം പേറിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിനിടയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച്, അതിന്റെ സംസ്കാരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച്, അത് ഈ ലോകത്തിന് നിർമ്മിച്ചു കൊടുത്ത മനോഹരമായ ഒരു നാഗരികതയെ കുറിച്ച് അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തോട് SIO സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവര് പറയുന്നത് മതം ലോകത്തിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നാണ്. ഇസ്ലാം ലോകത്തിനൊരു നന്മയും നൽകിയിട്ടില്ല എന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തെ അങ്ങനെ മതം ഇരുട്ടിലാഴ്ത്തിയ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കണക്കിൽ നിങ്ങൾ ഇസ്ലാമിനെ പെടുത്തേണ്ടതില്ല. ഒരു കാലത്ത് യൂറോപ്പിനെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിച്ചിരുന്ന, എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും തടസ്സം നിന്നിരുന്ന, അവിടുത്തെ എല്ലാ അവകാശങ്ങളെയും അടിച്ചൊതുക്കിയിരുന്ന, മനുഷ്യാവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും മതത്തിന്റെ പേരിലെ ചങ്ങലക്കിട്ടുകൊണ്ട് ചൂഷണം ചെയ്ത ഒരു മതം യൂറോപ്പിൽ ഉണ്ടായിരുന്നു. അത് ക്രൈസ്തവ സഭയുടെ മതമായിരുന്നു. ആ മതമാണ് ലോകത്തിലെ എല്ലാ മതവും പ്രതിനിധാനം ചെയ്യുന്നത് എന്ന മൂഢധാരണയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെയും ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മതം പുരോഗതിക്കെതിരാണ്, മതം ശാസ്ത്രത്തിനെതിരാണ്, മതം മനുഷ്യനെതിരാണ് എന്ന് ഈ മൂഢമായ ധാരണകളെ തിരുത്തുന്നതാണ്. നിങ്ങൾ ചരിത്രത്തിലേക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിയാൽ മതി. അങ്ങ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ മണ്ണിൽ നിന്ന് രൂപം കൊണ്ട മനോഹരമായ ഒരു സംസ്കാരവും നാഗരികതയും ഉണ്ടായിരുന്നു. ആ സംസ്കാരവും നാഗരികതയും അറേബ്യയുടെ മണ്ണിൽ നിന്ന് ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും അതിന്റെ പരിമളങ്ങൾ പടർത്തി പകർന്നുകിയ നന്മകളുടെ ഒരു വസന്തകാലം ഉണ്ടായിരുന്നു. വിജ്ഞാനത്തിന്റെ ഉന്നതമായ ഗോപുരങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീകളുടെ ആദരിച്ചതിന്റെയും ഒരു വലിയ ചരിത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യന് അന്തസ്സും അഭിമാനവും കിട്ടിയ നാളുകളെ കുറിച്ച് ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കതറിയില്ലെങ്കിൽ ചരിത്രത്തോട് ചോദിക്കുക എന്ന് ഷെയ്ഖ് യൂസുഫുൽ ഖർദാവി അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചരിത്രത്തോട് ചോദിച്ചു നോക്കണം. ചരിത്രത്തിൽ ആരാണ് ഇല്ലാത്തവന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചരിത്രത്തോടൊന്ന് ചോദിച്ചു നോക്കണം. ആരാണ് ചരിത്രത്തിലെ അറിവിന് വേണ്ടിയിട്ട് ഉന്നതമായ ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചരിത്രത്തോടൊന്ന് ചോദിച്ചു നോക്കണം. ദീനിനെയും ദുനിയാവിനെയും ഭൗതികതയെയും ആത്മീയതയെയും ശാസ്ത്രത്തെയും മതബോധത്തെയും പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായ ഒരു നാഗരികതയും സംസ്കാരവും ഈ ലോകത്തിന് സമ്മാനിച്ചത് ആരാണെന്ന് നിങ്ങൾ ചരിത്രത്തോട് ചോദിച്ചു നോക്കുക. ചരിത്രം നിങ്ങൾക്ക് മറുപടി തരും. അവർ മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത്. ആ ഇസ്ലാമിന്റെ ആ ഒരു കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ പുതുലോക ഭാവനയെ കുറിച്ച് SIO സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ചിലർ ചോദിച്ചു നോക്കാം, മുസ്ലിങ്ങളായ ആളുകളെ ഉന്മൂലന ഭീഷണി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് ഇസ്ലാം എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ വിമോചിപ്പിക്കുന്ന ഒരു ആശയത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ? അതിജീവന ശേഷിയെ കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം പോലും നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയാത്ത ഒരു ഘട്ടത്തിലാണോ നിങ്ങൾ മറ്റുള്ളവരെ കൂടി വിമോചിപ്പിക്കുന്ന ഇസ്ലാമിന്റെ നാഗരികതയെ കുറിച്ച്
കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവരോട് പറയുവാനുള്ളത് ഇസ്ലാമിന്റെ അതിന്റെ സ്വഭാവത്തെ കുറിച്ച്, അതിന്റെ നേച്ചറിനെ കുറിച്ച്, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് കൂടിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ട് മക്കയിൽ എഴുന്നേറ്റ് നിന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ പാരമ്പര്യ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത്, അവിടുത്തെ അധികാര ഘടനയെ ചോദ്യം ചെയ്ത്, മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തിരുത്തിയിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എഴുന്നേറ്റ് നിന്നപ്പോ ഈ സത്യദീനിന്റെ ആളുകളായിട്ട് കൂടെ വന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരെ അടിച്ചൊതുക്കിയും അവരെ മർദ്ദിച്ചൊതുക്കിയും അവര് കൈക്കൊണ്ടിട്ടുള്ള വിശ്വാസം കൈയൊഴിയാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെട്ട ചില സാഹചര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നിരുന്നു. ആ സമയത്ത് അതിലെ ചില സഹാബിമാര് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂലെ, ഇതെന്താണ് ഞങ്ങൾ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? ഇത് കണ്ടില്ലേ, എന്റെ ശരീരത്തിൽ അടിയേറ്റതിന്റെ പാടുകളാണ്, എന്റെ ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ അടയാളങ്ങളാണ്. ഇത് അള്ളാന്റെ ദീനല്ലേ, എന്താണ് അള്ളാഹുവിന്റെ സഹായം വരാത്തത് എന്ന പരിഭവങ്ങളുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചില സഹാബിമാര് വരികയുണ്ടായിരുന്നു. അവരെ ഉന്മൂലന ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് അവരോട് പറയുന്നത്, ഈ ദീനിന്റെ ഒരു സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, ഇത് സ്വാഭാവികമായ പ്രതികരണങ്ങളാണ്. കാരണം ഇതെവിടെയും ഈ വിശ്വാസം, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹത്തായ ആശയവുമായിട്ട് ചരിത്രത്തിൽ എവിടെയൊക്കെ പ്രവാചകന്മാരും വിശ്വാസികളും എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ അവിടെയെങ്കിലെല്ലാം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് കടുത്ത പ്രതിസന്ധികളും വെല്ലുവിളികളും തന്നെയാണ്. നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ഉണ്ടായിരുന്നു, അവരിൽ ചിലരെ കൊണ്ടുവന്നുകൊണ്ട് വലിയ കിടങ്ങ് കുഴിച്ച് അതിൽ നിർത്തിയിട്ട് അവരുടെ നടുകെ വലിയ വാള് വെച്ചുകൊണ്ട് പിളർന്നിട്ട് 2ആയി പകുത്തുമാറ്റുമായിരുന്നു. അവരിൽ ചില ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് വലിയ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ ശരീരത്തിലെ മാംസവും എല്ലുമൊക്കെ വേർപിരിയുമാറ് അവരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കിടങ്ങുകൾ കുഴിച്ച് വിറകിനോടൊപ്പം മനുഷ്യ വിശ്വാസികളെ അതിലിട്ട് കത്തിച്ചാമ്പലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെയും ഇത്തരത്തിലുള്ള കടുത്ത വെല്ലുവിളികളെയും ഒക്കെ നേരിട്ട് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യത്തെ അള്ളാന്റെ റസൂൽ അവിടെ ഒന്നാമതായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിലും പീഡനങ്ങളിലും ഒന്നും നിങ്ങൾ ഒരിക്കലും തളർന്നു പോകേണ്ടതില്ല, നിങ്ങൾക്കൊരിക്കലും സങ്കടമുണ്ടാവേണ്ടതില്ല. കാരണം ഇത് കാണേണ്ടവൻ ഇതെല്ലാം കാണുന്നുണ്ട്, അവനിതെല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തിൽ ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ അനീതികളുടെയും എല്ലാ അക്രമങ്ങൾക്കും പകരമായി സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു സ്വർഗലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂൽ രണ്ടാമതായി അവരോടൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെയും അവസാനിപ്പിച്ചിട്ടില്ല. ഈ ലോകത്ത് അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, മറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്തിനാ പണിയെടുക്കുന്നത്? ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് നമ്മൾ എന്തിനാ ഈ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാലം വരാനുണ്ട്. അന്ന് സ്വൻആ മുതൽ ഹളറമൗത്ത് വരെ യതാ യസീറ റാകിബ മിൻ സ്വൻആ ഇലാ ഹളറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിഅബ അലാ ഉനമിഹി. സ്വൻആ മുതൽ ഹളറമൗത്ത് വരെ ഒരു യാത്രക്കാരന് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ വരിക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. വളരെ കൃത്യമായിരുന്നു അള്ളാന്റെ റസൂലിന്റെ കാഴ്ചപ്പാട്. അത്രയും പീഡിപ്പിക്കപ്പെടുന്ന, അതിജീവനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും വിശ്വാസികൾക്ക് പകർന്നു നൽകുന്ന ആ വലിയ സ്വപ്നമുണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന ഈ അക്രമത്തിന്റെയും അനീതിയുടെയും ഈ വ്യവസ്ഥകളെ മാറ്റിയിട്ട് പകരം നീതിയുടെയും നിർഭയത്വത്തിന്റെയും ഒരു ലോകം പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മാർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ വിശ്വാസത്തിന്റെ കരുത്തിൽ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കാകണമെന്ന ഉജ്ജ്വലമായ പാഠങ്ങൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുന്നുണ്ട്.
അതേ പാഠങ്ങൾ തന്നെയാണ് സമകാലികമായ ഇന്ത്യയിലും നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള അതിജീവന പോരാട്ടങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത്, നമ്മൾ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഞ്ഞുകുടിച്ച് ജീവിച്ചു പോകാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണെന്ന് നമ്മൾ കരുതരുത്. കാരണം വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളൊരു നാട്ടിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജൈവികമായ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തില് നിങ്ങൾ സുഖമായി ജീവിച്ചുകൊള്ളൂ എന്നല്ല, മറിച്ച് നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്നതിന്റെ ന്യായം എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള മഹാദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ മരിക്കുവോളം ജീവിക്കാനുള്ള ഒരു അവകാശം കിട്ടിയാൽ മതി, എങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്ന ഒരു ചെറിയ ബോധത്തിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ ഐഡന്റിറ്റികളെയും നമ്മളുടെ ചിഹ്നങ്ങളെയും ഒക്കെ അഭിമാനത്തോടുകൂടി ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള മഹാദൗത്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പലരും വരാറുണ്ടല്ലോ. അവര് നമ്മളോട് പറയുന്ന ഒരു കാര്യം, സംഘപരിവാറിന്റെ ഫാഷിസത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, പക്ഷേ ചില കണ്ടീഷനുകൾ ഉണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ആശയത്തെ കുറിച്ച് പറയരുത്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ ചിഹ്നങ്ങളെയും നിങ്ങൾ പൊതുരംഗത്തേക്ക് കൊണ്ടുവരരുത്, മറിച്ച് അതെല്ലാം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംരക്ഷണം ഒരുക്കി തരാം എന്നാണ് അവർ പറയുന്നത്. അവരോട് വിനയത്തോടുകൂടി നമുക്ക് പറയുവാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് മരിക്കുവോളം ഭക്ഷണം കഴിച്ച് ജീവിക്കണമെന്നൊരാഗ്രഹത്താലല്ല ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്, മറിച്ച് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടി നമ്മളുടെ ആശയത്തെയും വിശ്വാസത്തെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ സമൂഹത്തെ കുറിച്ച്, ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ കുറിച്ച്, ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച് ഞങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പകർന്നു നൽകിയ കാഴ്ചപ്പാടുകളാണ്. ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യരെ വിമോചിപ്പിക്കുവാനുള്ള അതിനുള്ള ദൗത്യവുമായിട്ട് കൂടിയാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് കേവലമായ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലല്ല നമ്മൾ ഉള്ളത് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാമൂഹിക ക്രമത്തിനകത്ത് ഒരു മനുഷ്യനുണ്ട്. ഈ ഭൂമിയിലെ ഒരു അധികാര വ്യവസ്ഥക്ക് മുന്നിലും തലകുനിക്കാത്ത, ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ചൂളിപ്പോകാത്ത, അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിലും തലകുനിക്കാത്ത, അഭിമാനവും മന്ദസുമുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാമൂഹിക ക്രമത്തിനകത്ത് ഒരു പെണ്ണുണ്ട്. ആണിനെ പോലെ യാവലാണ് വിപ്ലവമെന്ന് കരുതുന്നവളല്ല, സ്വന്തം ഐഡന്റിറ്റിയിലെ പെണ്ണായി പിറന്നതിന്റെ പേരില് അപകർഷതാ ബോധം പേറുന്നവളല്ല, മറിച്ച് സ്വന്തം അസ്തിത്വത്തെ കുറിച്ച് അഭിമാനബോധമുള്ള ഒരു സ്ത്രീയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാമൂഹിക ക്രമത്തിനകത്ത് ഒരു ഭരണാധികാരിയുണ്ട്. അധികാരമെന്ന് പറയുന്നത് മറ്റു മനുഷ്യരുടെ മേൽ മറ്റു മനുഷ്യരെ അടിമകളാക്കാനുള്ള അവകാശമാണ് എന്ന് വിചാരിക്കുന്ന ഏകാധിപതികളുടേതല്ല. പൊതുമുതൽ എന്ന് പറയുന്നത് തനിക്ക് കട്ടുമുടിക്കാനുള്ള സ്വത്താണെന്ന് വിചാരിക്കുന്നവരുടെയല്ല, മറിച്ച് അങ്ങ് യൂഫ്രട്ടീസിന്റെ തീരത്തൊരാട്ടിൻകുട്ടി വിശന്നു ചെത്താൽ അതിന്റെ പേരിൽ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്ന അധികാരത്തെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കുന്ന ഭരണാധികാരികളെ കുറിച്ചൊരു കാഴ്ചപ്പാട് ഇസ്ലാം വിഭാവന ചെയ്യുന്നുണ്ട്. ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാമൂഹിക ക്രമത്തിനകത്ത് ഒരു ജനതയുണ്ട്. ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിലെ അത്തരം ബോധങ്ങൾ പേറിയിട്ട് വംശീയമായ ബോധങ്ങൾ പേറി ജീവിക്കുന്ന ജനതകളല്ല, മറിച്ച് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് വിചാരിക്കുന്ന, സാഹോദര്യമാണ് മനുഷ്യരെ പരസ്പരം ചേർത്ത് കെട്ടുന്ന ചരടെന്ന് വിശ്വസിക്കുന്ന ആത്മീയ ബോധവും സാമൂഹിക ബോധവുമുള്ള ഒരു ജനതയാണ് ഇസ്ലാം
ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാമൂഹിക ക്രമത്തിനകത്ത് ഒരു നാടുണ്ട്. അക്രമവും അനീതിയും അശ്ലീലതയും അധാർമികതയും ആഘോഷിക്കുന്ന ഒരു നാടല്ല, മറിച്ച് നീതിയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള നിർഭയത്വം പൂത്തുനിൽക്കുന്ന ഒരു നാടിനെ കുറിച്ചാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഒരു ജീവിത കാഴ്ചപ്പാടുണ്ട്. അത് മരണത്തോടുകൂടി തീർന്നു പോകുന്ന ഈ ഇത്തിരിപ്പോന്ന ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിക്കുന്ന മൃഗസമാനമായ ബോധം വെച്ച് പുലർത്തുന്ന സ്വതന്ത്ര ചിന്തകരുടെ കാഴ്ചപ്പാടല്ല, മറിച്ച് ഈ ഇത്തിരിപ്പോന്ന ദുനിയാവിനപ്പുറം ഒത്തിരി പോന്ന ഒരു ലോകം വരാനുണ്ട് എന്നും ആ ലോകമാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ജയപരാജയങ്ങൾ നിർണയിക്കുന്ന ലോകമെന്നും ഈ ലോകത്തെ വിശ്വാസത്തിന്റെയും മൂല്യത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യന്റെ ജയപരാജയങ്ങൾ നിർണയിക്കുന്ന ആ ഒരു വിശാലമായ ലോകം വരാനുണ്ടെന്ന് പറയുന്ന ആ വലിയ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം ഈ രാജ്യത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ, മനുഷ്യർക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഈ വിശാലമായ കാഴ്ചപ്പാടുകളെ, ഒരു ജീവിത പദ്ധതി എന്ന നിലക്കുള്ള ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ, അതിനെ വളരെ അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടവരാണ് നമ്മളെന്ന കൃത്യമായ ബോധ്യം നമുക്കുള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ രാജ്യം ഇങ്ങനെയുള്ള വലിയ അർത്ഥത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികളൊക്കെ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുമ്പോ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രവണതകളോട്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ സമുദായത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ചില പ്രവണതകളുണ്ട്, ചില ആളുകളുണ്ട്. അവര് മനസ്സിലാക്കുന്നത് നമ്മൾ മുസ്ലിം ആയതിന്റെ പേരിലാണല്ലോ ഇങ്ങനെയുള്ള അക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി എന്ന് പറയുന്നത് ഇതങ്ങ് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ അങ്ങ് മാറ്റിവെച്ചേക്കാം, അതിന്റെ ചിഹ്നങ്ങൾ അങ്ങ് ഒഴിവാക്കിയേക്കാം. അങ്ങനെ എല്ലാ ചിഹ്നങ്ങളും ആശയങ്ങളും വിശ്വാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടങ്ങ് ജീവിച്ചാൽ എന്റെ തടി രക്ഷപ്പെടുത്താം എന്ന് കരുതുന്ന പലരും നമുക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റു ചിലർ വിചാരിക്കുന്നത് ഇസ്ലാമിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇസ്ലാമിനെ മുഴുവനായിട്ട് നമുക്ക് ഈ സമൂഹത്തിന് മുന്നിൽ പറയേണ്ടതില്ല, അതിന്റെ കുറച്ചു ഭാഗമൊക്കെ പറയാൻ, ബാക്കിയൊക്കെ നമുക്ക് മാറ്റിവെക്കാമെന്ന അപകർഷതാബോധം പേറിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുമുണ്ട്. മറ്റു ചിലരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് കുറച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമാണ്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കാൻ കഴിയുന്നുണ്ടതുകൊണ്ട് ഇവിടെ സേഫാണ്, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒരു അധികാര ഘടന, ഒരു രാഷ്ട്രീയ അധികാര ഘടന മാറുന്നതോടുകൂടി ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കൊള്ളും എന്ന വിചാരം വെച്ച് പുലർത്തുന്ന ആളുകളുമുണ്ട്. മറ്റു ചിലരുണ്ട്, എങ്ങനെയാണോ സംഘപരിവാർ നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്, തിരിച്ച് സായുധമായിട്ട് അവരെ ആക്രമത്തിലൂടെ അവരെ നമുക്ക് പരാജയപ്പെടുത്താം എന്നും വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും ബോധങ്ങളും വെച്ചുകൊണ്ടാണ് ഈ ഫാഷിസം സൃഷ്ടിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തോടെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പലരും പ്രതികരിക്കുന്നത്. അവരോടൊക്കെയും നമുക്ക് ചില നിലപാടുകൾ പറയുവാനുണ്ട്. വിശ്വാസത്തെ മാറ്റിവെച്ചുകൊണ്ട് തടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടെന്ന് വരാം, പക്ഷേ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില ആളുകളുണ്ട്. ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ മാറ്റിവെക്കുന്ന, അതിന്റെ മാർഗത്തിൽ സഹിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ശേഷിയില്ലാതെ പിന്മാറുന്നവർക്ക് ഈ ദുനിയാവിലും രക്ഷയുണ്ടാവില്ല, ആഖിറത്തിലും രക്ഷയുണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റൊരു കൂട്ടരുണ്ട്, അവര് ഇസ്ലാമിന്റെ ചില ഭാഗങ്ങൾ മാത്രം അവതരിപ്പിക്കുന്നവരാണ്. എല്ലാവർക്കും സ്വീകാര്യമായ ചില കാര്യങ്ങൾ അവർ പറയും. ഇസ്ലാം കാരുണ്യമാണ്, മനുഷ്യത്വമാണ് എന്നൊക്കെ പറയും. എന്നാൽ ഇസ്ലാമിന്റെ സാമൂഹികമായ ഉള്ളടക്കത്തെ കുറിച്ച് അവര് സംസാരിക്കുകയില്ല. കാരണം ആ ഒരു സാമൂഹികമായ കാഴ്ചപ്പാടുകൾ അവർ മറ്റു പലർക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അവരോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ കഷ്ണം മുറിച്ച് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യാതൊരു ആവശ്യവുമില്ല എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ഒരു വ്യവസ്ഥിതിയായിട്ടാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ വരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപകർഷതാബോധങ്ങൾ പേറേണ്ടതില്ല. കാരണം നിങ്ങൾ അത്തരം അപകർഷതാബോധത്തിലേക്ക് പോകുന്നതിന്റെ കാരണം ചുറ്റും
ചുറ്റുപാട് നിന്നും ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള പറഞ്ഞു വന്നത്, നമുക്ക് ചുറ്റിലും നമ്മൾ ഇസ്ലാമിനെ കുറിച്ചുള്ള വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ വളരെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലവ് ജിഹാദിനെ കുറിച്ച്, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച്, ഹലാൽ വിവാദങ്ങളെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പരാമർശിക്കാതെ തന്നെ നമുക്കെല്ലാം ധാരണയുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിരന്തരമായി ഇസ്ലാമിനെ കുറിച്ച് ഇത്തരം പ്രചരണങ്ങൾ വളരെ ആലോചനാപൂർവം, മനഃപൂർവ്വം നമുക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പലതും ശരിയുണ്ട് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് സമുദായത്തിനകത്ത്. അവര് മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെയാണ് തിരുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപകർഷതാ ബോധത്തോടുകൂടി ഇത്തരം വിമർശനങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും. അവരോട് നമുക്ക് പറയുവാനുള്ളത്, മുസ്ലിങ്ങൾ നന്നായാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ കേൾക്കേണ്ടി വരുന്ന പ്രചരണങ്ങളല്ല ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത്, അല്ലെങ്കിൽ അമ്പിയാക്കളൊക്കെ ജീവിക്കുന്ന കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് ഒരു ആരോപണവും ഉണ്ടാവാൻ പാടില്ലായിരുന്നല്ലോ. കാരണം അമ്പിയാക്കളൊക്കെ ജീവിക്കുന്ന കാലത്ത്
ആ സമൂഹത്തിലെ ഏറ്റവും മൂല്യമുള്ള ആളുകൾ അവരായിരുന്നല്ലോ. ആ സമൂഹത്തിലെ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായവർ അവരായിരുന്നല്ലോ. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ള, ഏറ്റവും നല്ല മൂല്യങ്ങളുള്ള, ശത്രുക്കളോട് പോലും അങ്ങേയറ്റത്തെ കാരുണ്യത്തോടുകൂടി പെരുമാറിയിട്ടുള്ള അത്തരം അമ്പിയാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. എല്ലാ അമ്പിയാക്കൾക്കും അവരുടെ സമൂഹങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പൊ എന്താ ഇതിന്റെ കാരണം? എന്ന് ചോദിച്ചാല് അത് നമ്മളുടെ കയ്യിലിരിപ്പിന്റെ ഒരു പ്രശ്നമല്ല, പക്ഷേ അത് ഇസ്ലാമിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. എന്താണ് ആ ഇസ്ലാമിന്റെ കുഴപ്പം എന്ന് പറയുന്നത്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിങ്ങനെ എല്ലാ മനുഷ്യരാലും സ്നേഹിക്കപ്പെടുന്ന, എല്ലാ മനുഷ്യരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ആശയങ്ങളല്ല ഇസ്ലാമിൻ്റെത് എന്ന് പറയുന്നത്. കാരണം പലതരത്തിലുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാത്ത ആശയങ്ങൾക്കെതിരായിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കും എന്ന് പറയുന്നത് ചരിത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ ആശയം എന്ന് പറയുന്നത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചത്തിന്, ലോകത്തിന് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്നത് മാത്രമല്ല, മറിച്ച് ഒരൊറ്റ അധിപനേയുള്ളൂ. എല്ലാ അധികാരങ്ങളും അവനുള്ളതാണ്. അവന്റെ അടിമകളാണ് എല്ലാ സൃഷ്ടികളും. ഇത് അംഗീകരിക്കാൻ പക്ഷെ എല്ലാവരെ കൊണ്ടുമാകില്ല. കാരണം മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അധികാരമുണ്ടായിരുന്ന ആളുകൾ, സ്വേച്ഛാധിപതികളും മേഘാധിപതികളുമായ ആളുകള്. അവര് കരുതിയിരുന്നത് ഞങ്ങൾക്ക് കീഴിലുള്ള മനുഷ്യരൊക്കെ ഞങ്ങളുടെ അടിമകളാണ് എന്ന് വിചാരിച്ചിരുന്നവര്. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറയുന്ന ഫറോവയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു. ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നൈൽ നദിയടക്കം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാൽച്ചുവട്ടിലാണ് എന്ന് പറഞ്ഞ അഹങ്കാരിയായ ഫറോവയുണ്ടായിരുന്നു. ആ ഫറോവക്ക് മുന്നിലെത്തിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹ് മാത്രമാണ് ഇലാഹ് എന്ന് പറയുമ്പോ, അല്ലാഹ് മാത്രമാണ് ഉടമസ്ഥൻ എന്ന് പറയുമ്പോ, അള്ളാഹ്ക്ക് മാത്രമാണ് എല്ലാ അധികാരവും എന്ന് പറയുമ്പോ, അതങ്ങനെ എളുപ്പത്തിൽ സമ്മതിച്ചു കൊടുക്കാൻ ഫറോവക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് മൂസാ നബിക്കെതിരെ ഫറോവ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇത് ചരിത്രത്തിൽ എമ്പാടും ആവർത്തിക്കുന്ന കാര്യമാണ്. ആധിപത്യവും അധികാരവുമുള്ള ജനതകളെ അവർ തങ്ങളുടെ കീഴിലായിരിക്കുന്ന മനുഷ്യരോട് അടിമകളെ പോലെ പെരുമാറുമ്പോ അവരടിമകളല്ല എന്നും, എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവരും മേഘനായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയ്ക്ക് ഒരുപോലെയാണെന്ന ആശയത്തെ എല്ലാവർക്കും അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ശത്രുപക്ഷത്ത് ഇസ്ലാമിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ചരിത്രത്തിൽ ചില മനുഷ്യരുണ്ടായിരുന്നു, വംശീയമായ ബോധങ്ങൾ വെച്ച് പുലർത്തിയ മനുഷ്യര്. തങ്ങളുടെ ജാതിയാണ്, വംശമാണ്, വർണ്ണമാണ്, ദേശമാണ് മികച്ചത്, മറ്റുള്ളവരെക്കാൾ മികച്ചത് ഞങ്ങളാണെന്ന് കരുതി അവർക്ക് മേൽ എല്ലാ അധികാര പ്രയോഗങ്ങളും നടത്തിയിരുന്ന മനുഷ്യരെ. അവർക്ക് നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്, അത് ഈ ജനത, ഈ ലോകത്തെ വംശീയമായ ബോധങ്ങൾ പേറുന്ന മനുഷ്യരെ അസ്വസ്ഥപ്പെടുന്ന പ്രഖ്യാപനമാണ്. കാരണം അറബിയല്ലാത്തവന്റെ മേലെ വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന വലിയ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം അംഗീകരിക്കാൻ കഴിയാത്തവരാണ് യൂറോപ്പിലെ വെള്ളവംശീയത പേറുന്ന മനുഷ്യര്. അവർക്കൊരിക്കലും ഈ ആശയത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാം വിജയിക്കുക എന്ന് പറയുന്നത് യൂറോപ്പിന്റെ വംശീയമായ ബോധത്തിനേക്കുന്ന വലിയ പ്രഹരമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയയുടെ വക്താക്കളായിട്ട് അവരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ സംഘപരിവാറും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചില കാര്യങ്ങളാണ്. കാരണം സംഘപരിവാർ ഇവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോ ഇവിടുത്തെ ആളുകളെ ജാതീയമായിട്ട് വീണ്ടും വീണ്ടും വിഭജിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സവർണതയാണ് അവരുടെ പ്രത്യയശാസ്ത്ര പരിസരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജാതികരാക്കപ്പെട്ടവര്, ദലിതരാക്കപ്പെട്ടവര്, അവരൊക്കെയും വീണ്ടും അനീതികൾക്ക് വിധേയമാകുന്ന ഒരു സമയത്ത് അത്തരം അനീതികൾക്കെതിരെ മനുഷ്യരുടെ രക്ഷാമാർഗമായിട്ട് ഇവിടെയുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണ്. അതുകൊണ്ട് അങ്ങനെയൊരു ആശയം ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നത് സംഘപരിവാറിന്റെ താല്പര്യമാണ്. പറഞ്ഞു വന്നത് അവർക്കൊക്കെയും ഇസ്ലാമിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആശയങ്ങളോടുള്ള എതിർപ്പ് കൂടിയാണ്. അതുകൊണ്ടാണ് വളരെ അഭിമാനത്തോടുകൂടി ഈ ആശയത്തെ നമ്മൾ
ഇവിടെ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്? നമുക്കറിയാലോ, സംഘ് പരിവാർ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സാമൂഹികമായ വിവേചനങ്ങളുണ്ട്. ആ സാമൂഹികമായ വിവേചനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുവാനുള്ളത്. അധ്യാപകന്റെ വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന്റെ പേരില് ദലിതനായ വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന ഒരു നാട്ടില് മനുഷ്യർക്കിടയിൽ വിവേചനം കൽപ്പിക്കാത്ത ഒരു ആശയത്തിന്റെ തണലിലേക്ക് ഇവിടുത്തെ ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു കാലം വരാതിരിക്കില്ല. അന്ന് മേട്ടുപ്പാളയും മീനാശിപുരവും ഒക്കെ വീണ്ടും ഇവിടെ ആവർത്തിക്കുക തന്നെ ചെയ്യും. മതപരിവർത്തന നിരോധന ബില്ലുകൾ കൊണ്ടുവന്നുകൊണ്ട് അത്തരം പ്രവണതകൾക്ക് തടയിടുവാനാണ് അവർ ശ്രമിക്കുന്നത് എങ്കിൽ ചരിത്രത്തിൽ നിന്ന് അവരൊന്നും പഠിക്കില്ല എന്ന് പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനതയുണ്ടായിരുന്നു. അവരൊരാശയവുമായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോ തല്ലിയൊതുക്കിയും പീഡിപ്പിച്ചും അത് കൊന്നൊടുക്കിയും രാജ്യത്ത് നിന്ന് അവരെ നിഷ്കാസനം ചെയ്തുമൊക്കെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ചരിത്രമുണ്ടായിരുന്നു. എന്നാൽ നിർഭയത്വം പൂക്കുന്ന നാളുകളെ കുറിച്ചും നാടിനെ കുറിച്ചും സ്വപ്നം കാണിച്ച ഒരു നേതാവിന്റെ പിറകിലെ അവര് വിജയശ്രീലാളിതരായി തിരിച്ചെത്തിയ ഒരു കാലമുണ്ട്. അന്ന് ഒന്ന് തടയാൻ പോലും കെൽപ്പില്ലാതെ തലകുനിച്ചു നിന്ന ഒരു ജനതയുണ്ട്. ആ തലകുനിച്ചു നിന്ന് തൊറ്റ് തലകുനിച്ചു നിന്നവരോട് ലാ തസ്രീബ അലൈക്കുമുൽ യൗം അൻതുമുത്തുലക, നിങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പകയുമില്ല, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ തോൽത്ത ജനതയെ തോൽപ്പിച്ച ഒരു നേതാവുണ്ട്. ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരെ പ്രാർത്ഥനയോടുകൂടി മാത്രം ഓർക്കുന്ന ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചതിന്റെ പേരില് ആക്ഷേപിച്ചതിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ചെറുപ്പക്കാർക്കെതിരെ വെടിയുണ്ടകൾ പായിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. പക്ഷേ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ മകന്റെ ശരീരം ഏറ്റുവാങ്ങിയിട്ട് എന്റെ ഹബീബായ റസൂലിന് വേണ്ടിയിട്ടാണ് എന്റെ മകൻ ഷഹീദായതെന്ന് പറയുന്ന ഉമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ അവരാണ് തോറ്റുപോയത് കൂട്ടരെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ രാജ്യത്ത് മുസ്ലിം സമുദായത്തിനെതിരെ ഭരണകൂടത്തിന്റെ വെട്ടകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളുടെ സമുദായത്തിന്റെ അടുത്തു നിന്ന് വരുന്ന നിലപാടുകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ പല സംഘടനകളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. പലരും കരുതുന്നത് ഞങ്ങളെ വേട്ടയാടുകയില്ല, അവരാണ് തീവ്രവാദികൾ എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് നമുക്ക് പറയുവാനുള്ളത്, അങ്ങനെ തീവ്രവാദ വിളികൾക്ക് പിന്നിലെ ചില അജണ്ടകളുണ്ട്, ആഗോള അജണ്ടകളാണത്. കാരണം സാമൂഹികമായ ഉള്ളടക്കമുള്ള ഇസ്ലാമിനെ കുറിച്ച് പറയുന്നവരും അത് അവതരിപ്പിക്കുന്നവർക്കും എതിരായിട്ട് ഇവിടെ ലോകത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു പ്രൊപ്പഗണ്ടയുണ്ട്. അവര് ഇസ്ലാമിനെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും അതുപോലെ തന്നെ സ്പിരിച്വൽ ഇസ്ലാം എന്നൊക്കെ കാറ്റഗറിയാക്കി തിരിക്കുകയാണ്. എന്നിട്ട് ആ കാറ്റഗറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗുഡ് മുസ്ലിം എന്നും ബാഡ് മുസ്ലിം എന്നും ഒക്കെയുള്ള ബൈനറികൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ ബാഡ് മുസ്ലിമിനെയാണ് തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വിളിക്കുന്നത്. ഈ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലെ പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ട് തീവ്രവാദ ആരോപണം ഉന്നയിക്കുന്നവരെ ഈ സാമ്രാജ്യത്വ അജണ്ടകളുടെ പ്രൊപ്പഗണ്ടകളെ തന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് അവരെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. നമുക്കറിയാം, ഇവിടെ നിലനിൽക്കുന്ന നമ്മളുടെ കേരളത്തിലൊക്കെ നിലനിൽക്കുന്ന വലിയൊരു കാപഢ്യത്തെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മതേതരത്വ കാപഢ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ എന്ത് നടക്കുമ്പോഴും അതിനെ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും മുദ്ര കുത്തിക്കൊണ്ടാണ് ഇവരതിനെ എതിർക്കാറുള്ളത്. അങ്ങനെ എതിർക്കുന്നവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മൾ തിരിച്ചു ചോദിക്കാൻ കഴിയേണ്ടതുണ്ട്, ഇവിടെ സംഭവിക്കുന്ന ഏതൊരു കാര്യവും അക്രമമായാലും അത് ഇത്തരം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നാകുമ്പോൾ അതിന് വലിയ തീവ്രവാദ മുദ്രകൾ ചാർത്തുകയാണ്. എന്നാൽ ഈ നാട്ടിൽ നടന്നിട്ടുള്ള എത്രയോ കൊലപാതകങ്ങൾ ഉണ്ടാകും, എത്രയോ ആളുകളുടെ കഴുത്ത് വെട്ടിക്കൊന്നിട്ടുണ്ട്, എത്രയോ ആളുകളുടെ കൈകാലുകൾ വെട്ടിയിട്ടുണ്ട്, ഇവിടെ ബോംബെറിയപ്പെട്ടിട്ടുണ്ട്. ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ പുറത്തിറക്കാൻ അനുവദിക്കാതെ ബസ്സിനെ തീയിട്ട രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരെ അത്തരം അക്രമങ്ങളൊക്കെ ചെയ്തിട്ടും അവരൊക്കെയും മതേതരത്വത്തിന്റെ മേലങ്കളി അണിഞ്ഞുകൊണ്ട് അവരുടെ അക്രമങ്ങളും ആഭാസങ്ങളും ഒക്കെ കേവലം രാഷ്ട്രീയ പ്രശ്നങ്ങളായി മാറുകയും, എന്നാൽ ഇപ്പുറത്തൊരു കല്ലെറിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ നടന്നാലോ അത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ലിസ്റ്റിൽ കാറ്റഗറി ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ മതേതരത്വത്തിന്റെ കാപഢ്യത്തെ കുറിച്ച് നമുക്ക്
നമുക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള പ്രവണതകളെ കൂടി മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, സാമൂഹിക ഉള്ളടക്കമുള്ള ഇസ്ലാമിനെ ഇടതുപക്ഷവും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ പലയിടത്തുമുള്ള സമരങ്ങൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ എന്തെങ്കിലും സമരം നടക്കുമ്പോ അവിടെ നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു ചാപ്പയുണ്ട്, അവര് തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. അത് കേവലമായ രാഷ്ട്രീയ പ്രസ്താവനകളായിട്ട് കാണേണ്ട കാര്യങ്ങളല്ല. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനോട് ആശയപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണ്? കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൗതികതയാണ്. അതായത് മനുഷ്യ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാന്, മനുഷ്യ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാന്, മനുഷ്യ സമൂഹത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതിന് ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ് മാർക്സ് പഠിപ്പിക്കുന്നത്. അവിടെ ദൈവമോ മതമോ ആത്മീയതയോ യാതൊരു പങ്കും സാമൂഹിക മാറ്റത്തിൽ വഹിക്കുന്നില്ല എന്നതാണ് അവരുടെ അടിസ്ഥാനം. അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, സാമൂഹിക പുരോഗതിയിൽ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നത്, സമരങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, ഇവിടെ സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇത്തരം ആത്മീയമായ ഉള്ളടക്കമുള്ള വിശ്വാസത്തിന്റെ പിൻബലമുള്ള അത്തരം ആളുകളുടെ പരിശ്രമ ഫലമായിട്ട് ഈ സമൂഹത്തിൽ ഒരു നവോത്ഥാനവും മാറ്റവും സംഭവിച്ചാൽ അത് തകർത്ത് കളയുന്നത് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനങ്ങളെ തന്നെയാണ്. അതുകൊണ്ടാണ് അവര് തീവ്രവാദ ഭീകരവാദ വിളികളുമായിട്ട് വരുന്നത്. അവരോട് നമുക്ക് പറയുവാനുള്ളത്, സാമൂഹിക ഉള്ളടക്കമുള്ള ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന ഇത്തരം സംഘടനകൾക്ക് മേൽ, ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് മേൽ തീവ്രവാദ വിളികളുമായിട്ട് അതിനെ നേരിടുന്നവരെ, അത് എം വി ഗോവിന്ദനായാലും ശരി, അത് മോഹനൻ മാസ്റ്റർ ആയാലും ശരി, ഇനി പിണറായി വിജയനായാലും ശരി, നിങ്ങളുടെ അത്തരം വിളികളിലൊന്നും ഇതൊരിക്കലും പൂട്ടിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ വല്ല വിചാരവും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ SFI-കാരോട് ചോദിച്ചാൽ മതി. കാരണം വർഷങ്ങളായിട്ട് ക്യാമ്പസിലെ SIO-വിന്റെ പ്രവർത്തകർ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവരെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും മതമൗലികവാദികളെന്നും ഒക്കെ വിളിച്ച് അടിച്ചൊതുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് പിന്നിട്ടിട്ട് ഇന്നും നിങ്ങൾ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ചെന്നാൽ അവിടെ ഇസ്ലാം സിന്ദാബാദ് എന്ന് വിളിക്കുന്ന SIO-വിന്റെ പ്രവർത്തകർ ജീവിച്ചിരിപ്പുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് അത്തരം വിളികൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടി എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക് ഇത്തരം പ്രതിസന്ധികൾ മറികടക്കുവാനുള്ള വലിയ ഊർജം എന്ന് പറയുന്നത് ഈ ഒരു സ്വപ്നങ്ങൾ, സമൂഹത്തെ കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളും ഭാവനകളും ഉള്ളതോടൊപ്പം തന്നെ നമുക്ക് വലിയ വിശ്വാസത്തിന്റെ പിൻബലമുണ്ട്. മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് വിശ്വാസദാർഢ്യം എന്ന് പറയുന്നത്. ആ വിശ്വാസം മടിയുറച്ച മനസ്സുകൾക്ക് മുന്നിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർക്കുന്ന മുറിവുകൾ ഒരിക്കലും അവരെ അലട്ടുന്നില്ല, അവരെ അലോസരപ്പെടുത്തുന്നില്ല. മറിച്ച് അതിനെയൊക്കെ മറികടക്കാവുന്ന ആത്മീയമായ ഒരു പിൻബലം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിബറലിസത്തിന്റെ വലിയ അർത്ഥത്തിലുള്ള അരാജകത്വം നമുക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിലേക്കൊക്കെ നമ്മൾ പോയി നോക്കുക, സ്കൂളിലേക്ക് നമ്മൾ പോയി നോക്കുക, നമ്മളുടെ മക്കൾ പഠിക്കാൻ പോകുന്ന ക്യാമ്പസുകളുടെ അവസ്ഥ എന്താണ്? അവിടെ എന്താണ് ആഘോഷിക്കപ്പെടുന്നത്? അധാർമികതയും അശ്ലീലതയും ആഘോഷിക്കപ്പെടുന്ന ഇടങ്ങളായിട്ട് നമ്മളുടെ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ആഘോഷിക്കുന്ന, ആർമാദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിപ്പെട്ടിട്ടുള്ളത്. ആസ്വാദന സംസ്കാരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആസ്വാദന സംസ്കാരങ്ങൾക്കാകട്ടെ നിറം പകർന്നു കൊടുക്കുന്നത് ലഹരിയും ലൈംഗികതയുമാണ്. ഈ ആസ്വാദന സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ തലമുറയെ കൊണ്ടെത്തിക്കുന്നതിൽ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. SFI-യും DYFI-യും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ആസ്വാദന സംസ്കാരത്തെ കൂടി നമുക്ക് ചെറുത്തേ മതിയാവൂ. കാരണം അത്തരത്തിലുള്ള വലിയ മൃഗസമാനമായ ഒരു ബോധത്തിലേക്കാണ് ഇവര് മനുഷ്യരെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കേരളത്തിലെ ഇപ്പോ നിലനിൽക്കുന്ന വലിയൊരു സാമൂഹിക പ്രശ്നമാണല്ലോ നായകൾ എന്ന് പറയുന്നത്. ഈ നായകൾ സൃഷ്ടിക്കുന്ന ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. എവിടെയും മനുഷ്യനെ ഓടിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വാഹനത്തിന് മുന്നിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അക്രമാസക്തമായ ഒരു കൂട്ടമായിട്ട് കേരളത്തിലെ തെരുവുനായ്ക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ അക്രമാസക്തമായ നായകളും SFI-യും തമ്മിൽ ഒരു രസകരമായ ഒരു താരതമ്യം
താരതമ്യമുണ്ട്. എന്താണത് നമ്മൾ പരിശോധിച്ച് നോക്കണം. കാരണം നമ്മളുടെ ക്യാമ്പസുകളിലൊക്കെ അക്രമാസക്തമായ ഒരു കൂട്ടമായിട്ടാണ് SFIയെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. മറ്റു സംഘടനകൾക്ക് മേൽ കുതിര കയറുന്ന, അവരുടെ കൊടികൾ നശിപ്പിക്കുന്ന, അവരുടെ ബാനർ കെട്ടാൻ സമ്മതിക്കാത്ത, അവരുടെ സാന്നിധ്യത്തെ പോലും ഇഷ്ടപ്പെടാതെ അവരെ മുഴുവൻ തുരത്തി ഓടിക്കുന്ന ഒരു സ്വഭാവം SFIക്ക് ക്യാമ്പസുകളിലുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് അവർ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം വലിയ സമരങ്ങൾക്കൊന്നും ക്യാമ്പസിൽ അവർക്ക് സ്കോപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളെ SFI ക്യാമ്പസിൽ ചെയ്തിരുന്ന അക്രമ സ്വഭാവങ്ങളെ തെരുവുനായകൾ തെരുവിലേറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ നായ്ക്കളുടെ പണി SFI ക്യാമ്പസിലും ഏറ്റെടുത്തിരിക്കുകയാണ്. പരസ്യമായി ഭോഗിക്കാനുള്ള അവകാശത്തെ കുറിച്ച് SFI ക്യാമ്പസിൽ സംസാരിക്കുമ്പോ SFIയുടെ അക്രമങ്ങളെ തെരുവുകളിൽ നായ്ക്കൾ ഏറ്റെടുക്കുകയും നായ്ക്കളുടെ സ്വഭാവങ്ങൾ ക്യാമ്പസിൽ SFI ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ SFI പോലെയുള്ള ഒരു സംഘടനയെ നായോടൊക്കെ ഉപമിക്കാമോ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം. അതിൽ നമുക്ക് വിഷമൊന്നും എന്തറില്ല. കാരണം അവര് തന്നെ അവകാശപ്പെടുന്നത് മനുഷ്യനും മൃഗങ്ങളൊക്കെ ഒരുപോലെയാണ് എന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു താരതമ്യത്തിൽ നമുക്കൊരിക്കലും വിഷമം തോന്നേണ്ടതില്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മഹത്തായ ഒരു ദൗത്യവുമായിട്ടാണ്. ആ ഒരു ദൗത്യത്തിന് മുന്നിൽ നമ്മളെ അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ തീർച്ചയായിട്ടും നമ്മളെ തേടിയിട്ട് വലിയ പരീക്ഷണങ്ങൾ വന്നേക്കാം. ഈ നാട്ടിലെ പ്രതീക്ഷയുടേതായ പലതും നമുക്ക് മുന്നിൽ അത്തരം വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റോ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ, വലിയ തരത്തിലുള്ള അതിക്രമങ്ങളെ നമ്മൾ നേരിടാൻ ഉദ്ദേശിക്കാറുള്ളത് കോടതിയിൽ പോയാൽ അതിൽ നിന്നൊരു പരിഹാരം കിട്ടും, അല്ലെങ്കിൽ കോടതിയിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. എന്നാൽ എന്താണ് ആ കോടതികൾ ഇന്ന് നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു സമുദായത്തിന്റെ ആത്മാഭിമാനത്തിന് 5 ഏക്കർ വിലയിട്ട ഒരു കോടതിയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ എല്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തുമ്പോൾ അതിനെതിരെ നിലകൊള്ളേണ്ട കോടതിയൊക്കെ ഭരണകൂടത്തിന്റെ കൂടെ നിന്നുകൊണ്ട് വേട്ടയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കോടതികൾ നിരാശ സമ്മാനിക്കുമ്പോ നമ്മൾ ഒരിക്കലും അതിൽ വ്യസനിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. മറിച്ച് കാരണം ഈ ദുനിയാവിന്റെ കോടതികൾ മാത്രമല്ലല്ലോ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തുന്നത്. ഈ ദുനിയാവിനപ്പുറം ദുനിയാവിനപ്പുറം ഒരു കോടതിയുണ്ട്, അള്ളാഹുവിന്റെ കോടതിയുണ്ട്. ഫറോവയോട് വിശ്വാസികൾ പറഞ്ഞില്ലേ, നീ വിധിച്ചോ, നിന്റെ വിധികൾ ഈ ലോകത്ത് മാത്രമല്ലേ നടക്കുള്ളൂ, ഈ ലോകത്തുള്ള വിധികൾക്കപ്പുറം മറ്റൊരു ലോകത്തെ വിധി വരാനുണ്ട്. ആ വിധി തീർപ്പിനെ മറികടക്കാൻ ഒരനീതിയുടെ ശക്തികൾക്കുമാകില്ല എന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ദുനിയാവിന്റെ കോടതികൾക്കപ്പുറം പടച്ചവന്റെ ഒരു കോടതി വരാനുണ്ട്. ആ പടച്ചവന്റെ കോടതിയിലെ മുഹമ്മദ് അഖ്ലാഖും നജീബ് അഹമ്മദും ഹാഫിൽ ജുനൈദും ബിൽക്കീസ് ബാനുവും വന്ന് നിൽക്കും. അവരുടെ മുന്നിലെ ഈ അനീതിയുടെ വക്താക്കൾക്ക് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. അള്ളാഹുവിന്റെ പള്ളിക്ക് മേൽ പരാക്രമം കാണിച്ചവര് പെരും വെയിലത്ത് നിർത്തപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട്. മനുഷ്യർക്ക് മേൽ അതിക്രമം നടത്തിയ ആളുകളെ വിരല് കടിക്കുന്ന ഒരു നാൾ വരാനുണ്ട്. അന്ന് ഭൂമിയിൽ അധികാരം വാണിരുന്ന ആളുകളെ ആ പരലോകത്ത് ഹാജരാക്കപ്പെടും. ഐന മുലൂകുൽ അർള് ഐനൽ ജബാബിറ. അന്ന് പടച്ച തമ്പുരാൻ ചോദിക്കും, എവിടെ ഭൂമിയിൽ അധികാരം വാണിരുന്ന മനുഷ്യരെവിടെ? എവിടെ നിങ്ങളുടെ അധികാരമെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ തല കുനിച്ച് നിൽക്കുന്ന ആ അധികാരികളും മേഘാധിപകളും സ്വേച്ഛാധിപതികളും ഒക്കെ അവിടെ പരലോകത്ത് ഒരു കാഴ്ച വസ്തു മാത്രമായി മാറും. അവർക്ക് മുന്നിൽ നരകം കത്തിജ്വലിച്ച് നിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ ദുനിയാവിലെ സത്യത്തിന് വേണ്ടി വെയിലുകൊണ്ട ആളുകൾക്ക് നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ അർശിന്റെ തണലൊരുക്കി വെച്ചിട്ടുണ്ടാകും. ഇവിടെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ആളുകൾക്ക് നാളെ മനോഹരമായ ജീവിതം അവിടെ സമ്മാനിച്ചിട്ടുണ്ടാകും. ആ ജീവിതത്തെ കുറിച്ചുകൂടിയുള്ള സ്വപ്നങ്ങളാണ് അതിജീവന പോരാട്ടത്തിന്, വിമോചന പോരാട്ടങ്ങൾക്ക് നിറം പകരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജയിൽ പറഞ്ഞിട്ട് നമ്മൾ അവരെ ഭീഷണിപ്പെടുത്താറുണ്ട്. നിങ്ങളെ ജയിലിലടക്കും, നിങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരോട് നമുക്ക് പറയുവാനുള്ളത്, ചരിത്രത്തിലുടനീളം ഒരുപാട് ജയിലുകളും തൂക്കുകയറുകളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ജയിൽ എന്ന് പറയുന്നത് അത് കുറ്റവാളികളും പാപം ചെയ്തവരും
മാത്രം കടന്ന ഇടങ്ങളല്ല, മറിച്ച് വിപ്ലവകാരികളും സത്യത്തിന്റെ പോരാളികളും കിടന്ന ജയിലറകളാണ് ചരിത്രത്തിലുള്ളത്. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളതിന്റെ പേരില് ജയിലിലേക്ക് ഞങ്ങൾ പോകേണ്ടി വന്നാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഞങ്ങൾ പോകുന്ന ആ ജയിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം കിടന്ന ജയിലാണ്. ഫഖീഉൽ ആലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കിടന്ന ജയിലാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കിടന്ന ജയിലാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഫലസ്തീനിലെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അഹമ്മദ് യാസീനും അടക്കം കിടന്ന ജയിലാണ്. സയ്യിദ് ഖുത്ബും സൈനബുൽ ഗസാലിയും ഒക്കെ കിടന്ന ജയിലാണ്. യൂസുഫുൽ ഖറളാവി കിടന്ന ജയിലാണ്. മുഹമ്മദ് മുർസി കിടന്ന ജയിലാണ്. ഇന്ത്യയിലെ NRC വിരുദ്ധ പോരാട്ടങ്ങൾ നയിച്ച വിദ്യാർത്ഥി നേതാക്കൾ കിടക്കുന്ന ജയിലാണ്. ഉസ്താദ് അബ്ദുൽ നാസർ മാദനി കിടന്ന ജയിലാണ്. അതുകൊണ്ട് ജയിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല, മറിച്ച് അതൊക്കെയും ഞങ്ങളുടെ പോരാട്ടത്തിന്റെ വഴിയില് ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. നമുക്ക് തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ, നമ്മളെ ഭൗതികമായ ശേഷിയും ആത്മീയമായ കരുത്തും ഉണ്ടാകുമ്പോ അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ആദർശ സമൂഹമായി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഈ ഭൗതികമായ സന്നാഹങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഭൗതികമായ കരുത്തുകൾ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഇതിനെയെല്ലാം മറികടക്കുന്ന രൂപത്തിലുള്ള പടച്ചവന്റെ സഹായം നമ്മൾക്ക് കിട്ടും. കാരണം ഈ ദുനിയാവിലെ പ്രകൃത്യാതീതമായി ഇടപെടാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിയാളുന്ന തീയിനെ അതിനെ തണുപ്പാക്കി മാറ്റിയവനായ ഒരു അള്ളാഹു ഉണ്ട്. സാഗരങ്ങൾ തിരമാലകൾ അലയടിക്കുന്ന സാഗരത്തെ കീറിമുറിച്ച് വഴി കാണിച്ച ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഭൂമിയെ തകിടം മറിച്ചുകൊണ്ട് അക്രമികളെ ഭൂമി കടിയിലാക്കാൻ കൽപ്പുള്ള ഒരു അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നോഹിന്റെ കപ്പൽ നമ്മൾ ഒരുക്കുക തന്നെ ചെയ്യണം. മൂസയുടെ വടി ഒരു നാൾ വീണ്ടും ഈ ഫാഷിസത്തിന്റെ മഹാസാഗരത്തെ പിളർത്ത് നമുക്ക് മുന്നിൽ വഴിതെളിയിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഒരു യാഥാർത്ഥ്യമാണത്. കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ക വൽ ബാത്തില. അല്ലാഹു സത്യത്തെയും അസത്യത്തെയും ഉദാഹരിക്കുന്നത് ഒരു മലവെള്ളപ്പാച്ചിലിനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലിയൊരു പേമാരി വർഷിക്കുമ്പോ കുത്തിയൊലിച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടാകും. ആ വെള്ളം ഒഴുകി വരുമ്പോ അതിലൊരുപാട് നുരയും പതയും ഒക്കെ ഉണ്ടാകും. ആ വെള്ളപ്പാച്ചില് കാണുമ്പോ ആളുകൾ വിചാരിക്കും ആ നുരയും പതയുമാണ് ആ വെള്ളത്തിന്റെ ശക്തിയും സൗന്ദര്യവുമെന്ന്. എന്നാൽ അള്ളാഹു പറയുന്നത് എന്നാൽ ആ നുരയും പതയും ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചു സമയമേ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ ആ നുരയും പതയും ഒക്കെ അങ്ങ് കെട്ടുപോകും. അവസാനം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന തെളിനീര് മാത്രം അവശേഷിക്കുന്ന ഒരു കാലം വരുമെന്ന് അള്ളാന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഫാഷിസത്തിന്റെ ശക്തിയും അധികാരവും ഒക്കെ മലവെള്ളപ്പാച്ചിലിലെ കുമിളകളാണ്. ആ കുമിളകൾ കുറച്ചു കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ സത്യത്തിന് മുമ്പിൽ അതൊക്കെ പരാജയപ്പെടുന്ന ഒരു കാലം വരും. അന്ന് സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നവർ ആഘോഷിക്കപ്പെടുന്ന, അവരോർമ്മിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ എതിരായി എഴുന്നേറ്റ് നിന്നവരുടെ കൂട്ടത്തില് നമ്മൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.